പത്തനംതിട്ട റാന്നിയിൽ ക്യാരറ്റ് വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനെ തുടർന്ന് വ്യാപാരിയെ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. റാന്നി സ്വദേശി അനിൽകുമാറാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കടയിലെ ജീവനക്കാരിയെ മഹാലക്ഷ്മിക്ക് ഗുരുതര പരിക്കുമേറ്റിട്ടുണ്ട്. ഈ ക്യാരറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു അരുങ്കൊലയിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഈ കടയിൽ മഹാലക്ഷ്മി എന്നൊരു ജീവനക്കാരിയും അവരുടെ ഭർത്താവും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 9:30 മണിയോടെ മദ്യലഹരിയിലായ പ്രദീപും രവീന്ദ്രനും അനിൽകുമാറിന്റെ കടയിലെത്തുകയായിരുന്നു. അനുവാദം കൂടാതെ ക്യാരറ്റ് എടുത്തു കഴിച്ചു. കിലോയ്ക്ക് നല്ല വിലയുണ്ടെന്നും ആവശ്യമെങ്കിൽ പണം നൽകി വാങ്ങിക്കൂടെയെന്നും ജീവനക്കാരി മഹാലക്ഷ്മി ഇരുവരോടും ചോദിച്ചതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. തുടർന്ന് 1/4 കിലോ ക്യാരറ്റ് വാങ്ങി പണം നൽകാതെ പോയ പ്രതികൾ തിരിച്ചെത്തി വടിവാൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. മദ്യവെച്ചിട്ട് ഇവിടെ കടയിൽ വന്ന് ഏതോ ക്യാരറ്റിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി തർക്കം ഉണ്ടായതാണ് പറയുന്നത്. ആദ്യമേ അങ്ങനെ ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം നടത്തിയത്. വലിച്ചിട്ട് കടയ്ക്ക് പുറത്ത് കൊണ്ടുപോയി വെട്ടിയെന്നാണ്. ഓടി രക്ഷപ്പെട്ട പ്രതികളെ റാന്നി ടൗണിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടി. പ്രദീപിനെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകളുണ്ട്. കൈക്ക് ഗുരുതരമായി വെട്ടേറ്റ മഹാലക്ഷ്മി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് സ്വദേശികളായ മഹാലക്ഷ്മിയും ഭർത്താവും ഏറെക്കാലമായി അനിൽകുമാറിന്റെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരാണ്. 24 പത്തനംതിട്ട. ക്യാരറ്റിന്റെ അത്ര പോലും വിലയില്ലേ മനുഷ്യജീവൻ? ഈ കാരണങ്ങളും ഈ ചെറു പ്രകോപനങ്ങളും ഒക്കെ കൊലപാതകങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്നത് ഗൗരവകരമായി കാണേണ്ട വിഷയം കൂടിയാണ്.